നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ജുഡീഷ്യൽ ഓഫീസറും ഉദ്യോഗസ്ഥരുമാണ് പരിശോധിച്ചത്. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരിക്കെ ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി 9:58 റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ കേസെടുക്കണമെന്നും പോലീസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. നടിയാക്രമിച്ച കേസിലെ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചത് ജുഡീഷ്യൽ ഓഫീസറും ഉദ്യോഗസ്ഥരുമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2018 ജനുവരി 9 രാത്രി 9:58 മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലീന റഷീദ്. അതേ വർഷം ഡിസംബർ 13 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനും കാർഡ് പരിശോധിച്ചു. മഹേഷ് കാർഡ് ആക്സസ് ചെയ്തത് അർദ്ധരാത്രി 10:58. വിചാരണ കോടതിയിൽ വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ഇതേ കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഇത് റിപ്പോർട്ടർ ടിവിയാണ് പുറത്തെത്തിച്ചത്. അതേസമയം അന്വേഷണ റിപ്പോർട്ടിൽ അവിശ്വാസം രേഖപ്പെടുത്തി അതിജീവിത രംഗത്തെത്തി. സംഭവത്തിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് അന്വേഷണം. പോലീസിന്റെ സഹായം തേടിയിട്ടില്ല. പരാതിക്കാരിയെ തന്റെ ഭാഗം കേട്ടിട്ടില്ല. ഫാക്ട് ഫൈൻഡിങ്ങിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ നടത്തിയതാകട്ടെ ഫാക്ട് ഹൈഡിംഗ് ആണെന്ന് അതിജീവിത ഹർജിയിൽ കുറ്റപ്പെടുത്തി. നേരത്തെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ടും അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇരു ഹർജികളും കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് മറ്റന്നാൾ പരിഗണിക്കും. നിയമവിരുദ്ധ മെമ്മറി കാർഡ് പരിശോധനയിലൂടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയാണ് ജുഡീഷ്യൽ ഓഫീസറും കോടതി ജീവനക്കാരും ചോദ്യം ചെയ്തിരിക്കുന്നത്. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചത് ദൃശ്യങ്ങൾ പകർത്താനാണോ ദൃശ്യങ്ങളിൽ കൃത്രിമം വരുത്താനാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സത്യം കണ്ടെത്താൻ ഒരു സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണ്. റിപ്പോർട്ടർ ആർ. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.